ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ സംബന്ധങ്ങളെ മുറിക്കുന്നത് വാക്കുകളും വാക്കുകളുടെ പ്രയോഗങ്ങളാണ്. ബന്ധങ്ങളെ ഉണ്ടാക്കുന്നതും വാക്കുകളും വാക്കുകളുടെ പ്രയോഗമായിരിക്കും. ബന്ധങ്ങളെ തകർക്കുന്നതും പല വാക്കുകളുടെയും പ്രയോഗമായിരിക്കും. പലപ്പോഴും അറിയാതെ പോലും മനസ്സിന് വരുന്നതായിട്ടുള്ള ചില വാക്കുകൾ ബന്ധങ്ങളിൽ അകറ്റിക്കൊണ്ടുപോവുമെങ്കിൽ അറിയാതെ പോലും മനസ്സിന് വരുന്ന പല വാക്കുകളും നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അഥവാ നമ്മുടെ ബന്ധങ്ങൾ സുഗമമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അരുതാത്ത മുഖ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, പ്രത്യേകിച്ചും ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല ഫ്രണ്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ്. അഥവാ രണ്ടുപേർ തമ്മിൽ ആരെങ്കിലും രണ്ടുപേരും നമ്മുടെ വീട്ടിലാളുകളോ ആരുമായിട്ട് ആളുമായിട്ട് നമ്മൾ സംസാരിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഇനി നിങ്ങൾ പറയും എന്ന് പറയില്ലേ നമ്മൾ. ഇനി നിങ്ങൾ പറയും എന്ന് കേൾക്കുന്നതോട് കൂടിയിട്ട് പ്രത്യേകിച്ചും നിങ്ങൾ അത്രയും ക്ലോസ് അല്ല, നിങ്ങൾ ആ കാര്യം പറഞ്ഞ് തീർക്കാനുള്ള വ്യഗ്രതയിൽ മറ്റൊരാൾ സംസാരിക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണെങ്കിൽ ഡിഫറൻ്റാണ്. ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് അവർ പറയാൻ വേണ്ടി കാത്തുനിൽക്കുക. ആ ഒരു ഭാഗം മാറ്റി നിർത്തിയാൽ ഒരു പുതിയ ബന്ധം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അത്ര ക്ലോസ് അല്ലാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾ ആശയവിനിമയം നടക്കുന്നതെങ്കിൽ, ഒരു സംസാരം നടക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറയും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഞാൻ എന്ത് പറയാൻ എന്ന് അവരുടെ മനസ്സിൽ തോന്നും. അതായത് മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്ന് ഞാൻ ഇൻഡയറക്റ്റ്ലി പറയുന്ന ഭാഷയാണ് ഇനി നിങ്ങൾ പറയുമെന്ന് പറയൽ. അത് അധികം നീളാറില്ല. ഈ വാക്ക് വരുമ്പോൾ തന്നെ അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബ്ലോക്ക് നിങ്ങളിട്ട പോലെയായി മാറി, ഒരു തടസ്സം വെച്ച പോലെയായി മാറും. അതുകൊണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെയും അറിയാം, എൻ്റെ വിശേഷം ഞാൻ പറഞ്ഞ് കഴിയാൻ കാത്തുക്കുകയാണ് നിങ്ങളുടെ വിശേഷം പറയാൻ. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാം ഇനി നീ പറയും ഞാൻ കേൾക്കട്ടെ എന്ന് പറയും, നിൻ്റെ വിശേഷം എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പക്ഷേ പരസ്പരം നമുക്ക് അത്ര അടുപ്പമില്ലാത്ത ആളുമായിട്ട് സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി നല്ല ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം നിമിഷങ്ങളിൽ സംസാരിക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലെങ്കിലും പിന്നെ അവരുടെ കാര്യം എന്താ, നിങ്ങൾക്കറിയുന്ന അവരുടെ അച്ഛൻ്റെ കാര്യമോ അമ്മയുടെ കാര്യമോ അതല്ലെങ്കിൽ പരസ്പരം കോമൺ ആയിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ എടുത്തുകൊണ്ടോ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനുണ്ട്, പറയാനുണ്ട്, നിങ്ങൾക്ക് ആശയവിനിമയം അവരുമായിട്ട് ഇഷ്ടമാണ് എന്നത് നമ്മൾ സംസാരിക്കാൻ തയ്യാറല്ല എങ്കിൽ ബന്ധങ്ങൾ നമ്മുടെ അടുത്ത് നകന്നകന്നു പോവുകയുള്ളൂ, ഒരിക്കലും ഒന്നിച്ചു വരില്ല. അതുകൊണ്ട് ഇനി നീ പറഞ്ഞോ എന്നാൽ നിങ്ങൾ പറയും എന്ന് കേൾക്കട്ടെ എന്നൊരവസ്ഥ. പലപ്പോഴും നിങ്ങൾ പറയും ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നതോട് കൂടിയിട്ട് അടുത്ത ആളുടെ മനസ്സിൽ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യും, എനിക്കും നിന്നോടൊന്നും പറയാനില്ല എന്നാൽ പിന്നെ പോവല്ലേ എന്ന ഒരവസ്ഥ അവസാനിപ്പിക്കാനുള്ളൊരു മൂഡാണിത് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് അറിയാതെ പോലും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നന്നാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത്തരം വാക്കുകൾ അത് പറയാതിരിക്കുന്നതാണ് ഉചിതം. രണ്ടാമത്തെ കാര്യം, സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഫാമിലീസിൻ്റെ ഉള്ളിൽ അഥവാ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അറിയാതെ നിങ്ങൾ കാര്യത്തിൽ തെറ്റാണ്, ഇത് തെറ്റാണ് എന്ന് വാദിക്കാനുള്ളൊരു ശ്രമം, അതും ഞാനത് അധിക ഭാഗവും കണ്ടിട്ടുള്ളത് ഒഫീഷ്യലാകുമ്പോൾ പുറത്തുള്ള ആളുകളാകുമ്പോൾ അവരോട് എങ്ങനെയാണ് പറയണ്ട എന്ന് വെച്ചാൽ അവസാനിപ്പിക്കും. പക്ഷേ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അത് ശരിയല്ല എന്ന് വാദിക്കാൻ, അത് നിങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ മനുഷ്യന്മാരറിയാതെ പറഞ്ഞു പോവാറുണ്ട്. ആസ് എ റിസൾട്ട് നിങ്ങൾ തെറ്റാണ് എന്നൊരാളോട് പറയുന്നതോട് കൂടിയിട്ട് അവരുടെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങും, നിങ്ങളെത്ര ശരിയാ എന്ന്. പറയാൻ പറ്റുമെങ്കിൽ അവർ തിരിച്ച് നിങ്ങളടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും. പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് സമയം വരുമ്പോൾ നിങ്ങൾ മോശമാണ് എന്ന് സ്ഥാപിക്കാൻ അറിയാതെ അവരുടെ മനസ്സ് പ്രവണത കാണിക്കും. അങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയതാണ് എന്ന് പിന്നീട് അതിനൊരു വിശദീകരണമായിട്ട് പറയുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഏതൊരാളടുത്തും നമ്മൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടൊരു കാര്യം പറയണമെങ്കിൽ ഏറ്റവും നല്ലത് അതിനെക്കുറിച്ച് എങ്ങനെ വിമർശിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഒരാളുടെ തെറ്റ് പറയുമ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അതൊക്കെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ചേർത്താൽ മനസ്സിലാവും അടുത്തത് പറയാൻ വരുന്നത് മോശമായിട്ടാണ്. അത് പറയാതെ ഇത് കൂടി നിങ്ങൾക്ക് ചേർത്തിരുന്നെങ്കിൽ എന്ത് ബെസ്റ്റാവുമായിരുന്നു, നീ ഇത്ര നല്ലതാ, ഇങ്ങനെയും കൂടി ആയാൽ നീ ദ ബെസ്റ്റ് ആവുമല്ലോ, ഈ രീതിയിലാണ് അവരടുത്ത് ചേർക്കുന്നതെങ്കിൽ അവർക്ക് കേൾക്കുമ്പോൾ
നിങ്ങൾ അവർക്ക് സ്നേഹമുണ്ടെന്നും നിങ്ങൾ അവരെ റിയൽ വെൽ വിഷറാണെന്നും നിങ്ങൾ ശുഭകാംക്ഷിയാണെന്നും ഒക്കെ അവർക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം നമ്മൾ മറ്റൊരാളെ തെറ്റ് പറയാൻ പോകുന്നെങ്കിൽ പോലും അത് വിമർശനത്തിൻ്റെ രൂപമല്ലാതെ അതിനെ കുറച്ചുകൂടെ മൃദുവാക്കിക്കൊണ്ട് അവരുടെ നന്മയുടെ ഭാഷയിൽ അവരോട് സംസാരിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് നീ തെറ്റാണ് എന്ന് നമ്മൾ ആരടുത്തും പറയാൻ പോകരുത്. മറ്റൊരു ഭാഷ ഞാൻ ശരിയാണ് എന്ന് ആവർത്തിക്കലും. പലപ്പോഴും ഒരു കാര്യം സംഭവിച്ചു, അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ അക്കാര്യം പോലെ ഞാൻ ശരിയാണ്, ഞാൻ ശരിയാണ്, ഞാൻ ശരിയാണ്, ഈ ശരിയാണ് നിങ്ങൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ കേൾക്കുന്നവരൊക്കെ നമ്മൾ നല്ല ആളും അവർ മോശമാണെന്ന് വിചാരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ്. ഒരാൾ നിരന്തരമായിട്ട് ഞാൻ ശരിയെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു പറയാം, അമ്മോ എന്തൊരു അഹങ്കാര, ഇത് മറ്റൊരാളെ താഴ്ത്തി കെട്ടേണ്ട കാര്യം എന്താ ഉള്ളത് എന്നാണ് അവരുടെ മനസ്സ് പറയുക. അതുകൊണ്ട് ഞാൻ ശരി എന്ന് വാദിക്കാൻ വേണ്ടി ഒരിക്കലും സമയം നമ്മൾ കണ്ടെത്തരുത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെയും ഒരിക്കലും ഇല്ലാത്ത കാര്യത്തിന് പ്രശംസിക്കരുത്. എത്ര അവർക്കുണ്ടോ അതിന് നമ്മൾ അംഗീകരിക്കണം. അതിന് അംഗീകാരം എന്നാണ് പറയുക. അതേസമയം മറ്റൊരാളുടെ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതില്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം അവർക്ക് അറിയുമല്ലോ നിങ്ങളില്ലാത്തതാണ് പറയുന്നെങ്കിൽ. എത്ര മുഖസ്തുതി കേട്ട് പൊങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടാവും എനിക്കിതില്ലാത്തതാണ് ഇവർ പറയുന്നത്. ഇല്ലാത്തത് നിങ്ങൾ പറയുന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്തോ ഒന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് എന്ന് അതിൻ്റെ മറുവശമാണ്. അപ്പോൾ ഒരു പേജ് ഇങ്ങോട്ട് മറയ്ക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു പേജ് ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു പേജ് എടുത്താൽ അതിന് രണ്ട് വശമുണ്ട്, രണ്ട് സൈഡും ഉണ്ട്. ഈ ഭാഗത്ത് ഇല്ലാത്തത് എഴുതുമ്പോൾ മറുഭാഗത്ത് ആവശ്യങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ് എന്ന് അവരുടെ ഹൃദയം തന്നെ അവരോട് മന്ത്രിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ആരെയും പ്രശംസിക്കരുത്. കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അംഗീകരിക്കൂ. അംഗീകാരം അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന കലയെ ഡെവലപ്പ് ചെയ്യും. അവർക്ക് ആ സെൽഫ് റെസ്പെക്റ്റ് കൂടാൻ തുടങ്ങും. അവരുടെ ആത്മാഭിമാനവും സ്വാഭിമാനവും അവരെ ഉയർന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ സഹായിക്കും. അംഗീകാരം വേറെ, പ്രശംസ വേറെയാണ്. അതുകൊണ്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രശംസിച്ച് ഒരാളെടുത്ത് ഒരിക്കലും നമ്മുടെ സ്വയം അവനവനെ മോശക്കാരാക്കരുത്. അതുകൊണ്ട് അത്തരം വാക്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സംസാരിക്കുമ്പോൾ പലപ്പോഴും ഒരാളുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു, അവരെ സംസാരിച്ചു, സ്നേഹത്തോടെയൊക്കെ പോയി. ഈ പരിചയപ്പെടുന്ന സമയത്ത് ഓറലി പേര് ചോദിക്കുന്ന ഒരു സ്വഭാവം പലർക്കും കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു, ഞാൻ മാറ്റിയെടുത്തതാണ്, എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓറലി പേര് ചോദിക്കും. ആദ്യം പരിചയപ്പെടുമ്പോൾ എന്താ പേര്, അതങ്ങനെ കേട്ടോ കേട്ടില്ല എന്നുള്ളതല്ല, നമ്മൾ പറയാനുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്ത. അത് കഴിഞ്ഞ ശേഷം അവസാനത്തിൽ അയ്യോ ഞാൻ മറന്നുപോയി, എന്തായിരുന്നു പേര് എന്ന് ചോദിക്കുന്ന ഒരു ശീലം. എന്തായിരുന്നു പേര് എന്ന് ചോദിക്കുന്ന ഒരൊറ്റ ഘടകത്തോടു കൂടി അതുവരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഇൻറ്റിമസിയും അവിടെ കട്ടാവും. അതുകൊണ്ട് ഒരാളുടെ അടുത്ത് നമ്മൾ പേര് ചോദിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഓർമ്മിക്കാൻ വേണ്ടി പേര് ചോദിക്കുക. മാത്രമല്ല മറക്കാതെ അവരുടെ പേരുപയോഗിച്ച് നിങ്ങൾ പറയുന്നെങ്കിൽ, അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഒരു പക്ഷേ 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് അവർ മീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പേര് പറഞ്ഞിട്ട് അവരെ നിങ്ങൾ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ അവർ ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടോ, എൻ്റെ പേര് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അത്ര സന്തോഷത്തോടെ ചോദിക്കുന്ന പല നിമിഷങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര ആരുമായി നിങ്ങൾ ഇടപഴകുന്നുണ്ടോ അവരുടെയൊക്കെ ഓർക്കാൻ പറ്റുന്നവരുടെയൊക്കെ പേര് ഓർത്ത് വെച്ചുകൊണ്ട് പെരുമാറുന്നത് ഒരു വലിയ കലയാണ്. അതുകൊണ്ട് പേരെന്തായിരുന്നു മറന്നുപോയി എന്ന് പറയരുത്. അത് നിങ്ങൾ തമ്മിൽ അകൽച്ചയ്ക്ക് കാരണമായിട്ട് മാറുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിന്നെക്കൊണ്ട് ഇതാവില്ല എന്നൊരു വാക്ക്, അതെത്ര തന്നെ ആവാത്ത കാര്യം കൊണ്ടൊരാൾ വരിക എന്ന് തന്നെ വിചാരിച്ചോളൂ. നിന്നെക്കൊണ്ട് ഇതാവില്ല എന്ന് ഒരിക്കലും ഒരാളെടുത്തും പറയരുത്. ഈവൻ ഒരു ചെറിയ കുട്ടിയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. ആ കുട്ടി പറ്റാത്തൊരു കാര്യം കൊണ്ട് വരികയാണെങ്കിൽ നോക്കാലോ, നമുക്ക് ശ്രമിക്കാലോ, ചെയ്യാലോ, പരിശ്രമിക്കാലോ, ഇങ്ങനെയുള്ള ഏത് വാക്ക് വേണമെങ്കിലും പറയൂ. നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ്, അത് ആ കുട്ടി കൊണ്ടാവില്ല എന്നറിയാമെന്നുണ്ടെങ്കിലും അവരുടെ മോട്ടിവേഷന് കൊല്ലുന്ന രീതിയിൽ, അവരുടെ മനസ്സിൽ ആ ഉന്മേഷവും ഉത്സാഹവും ആഗ്രഹവും ഒക്കെ എന്നേക്കും ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ വായിന്ന് വാക്ക് വരരുത്. എല്ലാവർക്കും എല്ലാം പറ്റുന്ന കാര്യമേ ഉള്ളൂ. നിരന്തരമായി ആഗ്രഹിച്ചാൽ പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈ ലോകത്ത് ആർക്കുമില്ല. പിന്നെ എന്ത് അധികാരം കൊണ്ടാണ് നമ്മൾ മറ്റൊരാളോട് നിങ്ങളെക്കൊണ്ട് ഇതാവില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്? ഇതിനേക്കാൾ വലുതായിട്ട് ഒരാളെ അടിച്ചമർത്താൻ ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഒരിക്കലും ആരെടുത്തും ഏതൊരു കാര്യത്തിലും ആയിക്കോട്ടെ നിന്നെക്കൊണ്ട് ഇതാവില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. പിന്നെ
വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പുതിയ റിലേഷനിൽ നമുക്ക് അത്രയും പരിചയമില്ലാത്ത ഒരാളാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട്, നമ്മളൊന്നിച്ച് യാത്ര ചെയ്യുകയാണ് ഏതെങ്കിലും സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഒരു സന്ദർഭം വന്നാൽ, അഥവാ നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ഒരു ടീമിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു. അത് പലപ്പോഴും ഉണ്ടാവുമല്ലോ. നമ്മൾ വർക്ക് പ്ലേസിലാണെങ്കിൽ, നമ്മുടെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പല ടീമിൻ്റെ ഒപ്പം പലപ്പോഴും നമുക്ക് വർക്ക്ഷോപ്സിലായിരിക്കാം, മീറ്റിങ്സിലായിരിക്കാം, ആനുവൽ മീറ്റിങ്സിലായിരിക്കാം, ട്രെയിനിങ് പ്രോഗ്രാംസിലായിരിക്കാം നമുക്ക് ചിലവഴിക്കേണ്ടി വരാറുണ്ട്. അത്തരം സന്ദർഭത്തിൽ സംസാരിക്കാനുള്ള ലഹരി കയറുമ്പോൾ പലപ്പോഴും പൊതുവായിരിക്കുന്ന പല സബ്ജക്റ്റുകൾ എടുക്കുകയും അതിൽ അവനവൻ്റെ ഭാഗത്ത് ശരിയെന്ന് സ്ഥാപിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുകയും അധികം വൈകാതെ അത് വലിയ വാദവിവാദങ്ങളിലും അകൽച്ചകളിലും ചെന്നെത്തുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പുതിയൊരാളോടാണെങ്കിൽ നമുക്ക് അന്യോന്യം പേഴ്സണലായിട്ട് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാമെന്നല്ലാതെ ഏതെങ്കിലും ഒരു പൊതുവിഷയം എടുത്തുകൊണ്ട് സംസാരിച്ച് വിഷയമുണ്ടാക്കി സംസാരിക്കാൻ ശ്രമിക്കരുത്. അതും നമ്മുടെ ഏറ്റവും വലിയ ദോഷത്തിലും ബന്ധങ്ങളുടെ അകൽച്ചയ്ക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ 7 കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരാളുമായിട്ട് ഒരിക്കൽ ഒന്ന് പരിചയപ്പെട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അതിനെ നന്നായിക്കൊണ്ട് മുന്നോട്ട് പോയി, ഒരു മനുഷ്യൻ നമ്മുടെ സമൂഹജീവിയാണല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ഈ സമൂഹത്തിൽ അസറ്റ് മനുഷ്യബന്ധങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങളെ നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രദ്ധിക്കാനും അത് സുഖം തരാനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഓം ശാന്തി.